സാജേട്ടാ നമസ്കാരം. സ്വാഗതം. വലിയൊരു സ്വാഗതം. സാജേട്ടനെ പറ്റി ഞാനിപ്പോ ഇവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞ ഒരു തരി പോലും അതിശയോക്തി ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പൊ സിനിമയിൽ ഈ സ്റ്റാർ വാല്യൂ നോക്കിയിട്ടാണല്ലോ സിനിമകളുടെ സാറ്റലൈറ്റും ഡിജിറ്റലും ഒക്കെ വിൽക്കുന്നത്. അതേപോലെ കാസറ്റുകളുടെ കാലഘട്ടത്തിൽ കാസറ്റുകൾ സത്യത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ, ആർട്ടിസ്റ്റുകളാറില്ല. എങ്കിൽ പോലും ഈ കാസറ്റിന്റെ കവറിൽ നമ്മളെടുത്ത് ഇങ്ങനെ നോക്കുമ്പം ചില തലകളുണ്ടെങ്കിൽ ആ കാസറ്റുകൾ കൂടുതൽ വിറ്റുപോകുമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള ഏറ്റവും കൂടുതൽ കാസറ്റുകൾ വിറ്റിരുന്ന ഒരു സ്റ്റാറാണ് നമ്മുടെ കൂടെ ഇന്ന് വന്ന് നിൽക്കുന്ന ഈ സാജേട്ടൻ. ഒരു കൊടിയേരി സഖാവാകും, നേരെ പോയിട്ട് വാജ്പേയി ആവും. പാർട്ടി ഇല്ലാതെ ഒരുപാട് പേരുടെ അപരനായിട്ടുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഭയങ്കര അപ്ഡേറ്റഡ് കൂടിയാണ്. കാരണം ഏറ്റവും ലാസ്റ്റ് ഞാൻ നേരിട്ട് കണ്ട ഫിഗർ ട്രംപിന്റേതായിരുന്നു. അതെ, അന്ന് മുതൽ ഇന്ന് വരെ എല്ലാം ചെയ്തു. ഇനി എന്താ ചെയ്യാത്തത് നിങ്ങൾ ചോദിച്ചാൽ നമ്മളൊക്കെ ഒന്നിച്ച് ഷോ ചെയ്യുമ്പം ഓടി അങ്ങ് ചെല്ലുന്നതാണ്. കണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഒരു സെക്കൻഡ് അമ്പരയ്ക്കുന്ന രീതിയിലാണ് സാജേട്ടൻ കഥാപാത്രങ്ങളാവുന്നത്. മാത്രമല്ല ഒരു ആർട്ടിസ്റ്റിന്റെ പവർ കാണുന്ന ഒരു പ്രത്യേക പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ചില ആർട്ടിസ്റ്റുകൾ ചില കഥാപാത്രങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ഈ കഥാപാത്രം ആർട്ടിസ്റ്റിന് മുകളിൽ വളരും. ഇപ്പൊ പണ്ട് രാമായണ സീരിയലിൽ അഭിനയിച്ച അരുൺ ഗോവിൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ മേളിൽ പോയി രാമൻ. പിന്നെ പുള്ളി പോയിട്ട് സിനിമയിൽ നായകനായിട്ട് രാമൻ നായകനായ സിനിമ ഉണ്ടെന്നേ പറയുള്ളൂ. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ചെയ്ത ഒരു കഥാപാത്രം ആ വ്യക്തിക്ക് മേളിൽ പോകും. പക്ഷെ സാജു ചേട്ടൻ ചെയ്ത എല്ലാ ക്യാരക്ടറുകളും ഹിറ്റാണ്. അത്രയും ആമിനത്താത്ത പോലെയുള്ള ക്യാരക്ടറുകൾ അത്ര പോപ്പുലർ ആയപ്പോഴും ഒരു ക്യാരക്ടറും സാജു കുടീൻ എന്ന ആർട്ടിസ്റ്റിന്റെ മുകളിൽ വളരാൻ പറ്റിയില്ല. സാജു ചേട്ടൻ ഇൻഡിവിജ്വലായിട്ട് എപ്പോഴും അതുപോലെ നിൽക്കുന്ന ഒരു പവറുള്ള ആളാണ്. നേരത്തെ ഈ പ്രസാദേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതുപോലത്തെ ഒരു സംഭവം എനിക്കറിയാം. കാരണം ഈ പ്രസാദേട്ടൻ ഇങ്ങനെ ഒരു ചാനലിൽ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ ഒരു വിദേശത്തുള്ള അതായത് ലണ്ടനിലുള്ള ഒരു പെണ്ണിനെ നാട്ടിൽ കല്യാണം ആലോചിച്ചു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ പോയി കണ്ടു. പെണ്ണ് വന്നിട്ടില്ല, പെണ്ണ് അവിടെയാണ്. അപ്പോൾ ഒരു ദിവസം ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു, ദാണ്ടടി ഇതേ ടി വിയിൽ നമ്മുടെ പെണ്ണ്. നോക്കിയപ്പോൾ പെണ്ണ് പ്രോഗ്രാം കണ്ടിട്ട് ഭയങ്കര ചിരി. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ കല്യാണം അലസിപ്പോയി. എന്തുപറ്റി? ഈ പെണ്ണ് എല്ലാ പരിപാടിക്കും പോയി നടക്കുകയാണെന്ന് അവിടെ. പെണ്ണ് അങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. ആ ചിരി പ്രസാദേട്ടൻ കാലങ്ങളോളം എടുത്തിട്ടു എന്നുള്ള ഞങ്ങളെ മിമിക്രിക്കാരുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ് പ്രസാദേട്ടൻ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന ഇനത്തിൽപ്പെട്ടൊരു സാധനമാണ്. സാജേട്ടാ, ഈ ഞാൻ ആദ്യം സാജേട്ടൻ്റെ ചില ബിസിനസ് ടെക്നിക്കുകൾ ചോദിക്കട്ടെ. ഈ ഫിഗർ കണ്ടുപിടുത്തം, നമുക്ക് ഇന്ന സാധനം ഇന്നയാളാകാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ചേട്ടൻ എങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നത്? അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിഗർ വരുമ്പോൾ അവരാദ്യം എൻ്റെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ. കാരണം ഈ കോഴിക്കട്ടയ്ക്ക് മാവ് ഒഴിച്ചു വെച്ചിരിക്കുന്ന മുഖമാണ് എൻ്റെ. അപ്പോൾ എങ്ങനെ അടിച്ചാലും ആവശ്യത്തേക്ക് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശരിയായി വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ കണ്ടുപിടുത്തൊന്നുമില്ല. എനിക്ക് സാധിച്ചിട്ടും ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫിഗർ ഉഷാവുത്തുപ്പ് മാമിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷീല, കമല സുരയ്യ ചെയ്തിട്ടുണ്ട്, ഷീലാമ്മ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരാളാണ് ചെയ്തത്. കൊടിയേരി ചെയ്തിട്ടുണ്ട്. കൊടിയേരി ഒരിക്കൽ ട്രെയിനിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒളികണ്ണിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മുഖം ചട്ടിമുഖമാണ്, എൻ്റെ മുഖം കൂർത്ത മുഖമാണ്. ഈ മനുഷ്യനെ എങ്ങനെയാണ് എന്നെ അനുകരിക്കുന്നതെന്നാണ് എനിക്ക് പുള്ളി ചിന്തിച്ചിട്ടില്ല. ഒന്ന് രണ്ട് കാസറ്റുകളിൽ ആമിനത്താത്ത പോപ്പുലറായ ശേഷം ആമിനത്താത്തയും 41 മിമിക്രിക്കാരും എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് തന്നെ അന്ന് കാലത്ത് വന്നിറങ്ങി വലിയ പോപ്പുലർ ആയിട്ടുണ്ട്. അതുപോലെ ടൈറ്റാനിക് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റ് വന്നിരുന്നു. ആമിനത്താത്തയുടെ ശബ്ദം ഒരു കഷ്ണം കാണിക്കാണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്താ മോനെ പരിപാടിയുടെ പേര്? വൺസ് അപ്പോൺ എ ടൈം. വൺസ് അപ്പോൺ അല്ല, ഫൺ ബണ്ണല്ല, ഫൺ എന്ന് വെച്ചാൽ ഒരിക്കലൊരു തമാശ. അല്ല, അങ്ങനെ ഒരിക്കലൊരു തമാശ പറഞ്ഞാൽ പോരാ, ഇവിടെ ഒന്ന് സ്ഥിരം തമാശ പറയണം. അതാണ് ഇവിടുത്തെ വേണ്ടത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഇരുന്ന് കേൾക്കാം. സാജേട്ടൻ വന്നതിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. കുറച്ച് എപ്പിസോഡുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഓക്കെ ഏട്ടാ, വരും.